ഹായ് നമസ്കാരം. നമുക്കിനി കുറച്ച് ദിവസം മേക്കപ്പിനെ പറ്റി സംസാരിക്കാം. മേക്കപ്പിന്റെ കുറച്ച് ടിപ്സുകളും ചെയ്യേണ്ട രീതികളൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനാദ്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ അണ്ടർടോണിനെയാണ്. അണ്ടർടോൺ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചർമ്മത്തിന്റെ മേലുള്ള ടോണല്ല, താഴെയുള്ള ലെയറിന്റെ ഒരു നിറത്തിനെയാണ് നമ്മൾ അണ്ടർടോൺ എന്ന് പറയുന്നത്. അണ്ടർടോൺ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഡ്രസ്സുകൾ, ആഭരണങ്ങളൊക്കെ നമുക്ക് അതിന് മാച്ചായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്ഷനും ലുക്കും തോന്നിക്കാനായിട്ട് ഇത് സഹായിക്കും. എങ്ങനെ അണ്ടർടോൺ തിരഞ്ഞെടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വാം അണ്ടർടോൺ. വാം അണ്ടർടോൺ എങ്ങനെ തിരിച്ചറിയാം? നമുക്കൊരു ചർമ്മത്തിനടിയിൽ ഒരു സ്വർണ്ണപ്രഭ, ഒരു യെല്ലോയിഷ് കളർ തോന്നിക്കുന്നതാണ് ഈ വാം അണ്ടർടോൺ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വാം അണ്ടർടോൺ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഞരമ്പുകൾ നോക്കാം. സൂര്യപ്രകാശത്തിൽ നമ്മുടെ ഞരമ്പുകൾ നോക്കുമ്പോൾ ഒരു പച്ച നിറമാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അത് വാം അണ്ടർടോൺ ആണ്. പിന്നെ നമ്മൾ സ്വർണം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗി തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ വാം അണ്ടർടോൺ ആണ്. ഇങ്ങനെയുള്ളവർക്ക് ബ്ലഷ് ആയിട്ട് പീച്ച് നല്ലതായിരിക്കും, പീച്ച് കളർ നല്ലതായിരിക്കും. ഫൗണ്ടേഷനിൽ യെല്ലോ, ഗോൾഡൻ, വാം പീച്ച് ഈ ഷെയ്ഡുകൾ ഇവർക്ക് കൂടുതലായിട്ട് മാച്ച് ആയിരിക്കും. അതുപോലെ ഡ്രസ്സ് കടുകുമഞ്ഞ, ഓറഞ്ച്, വാം റെഡ്, ഒലീവ് ഗ്രീൻ ഈ കളറുകളിൽ സെലക്ട് ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഓറഞ്ച് റെഡ്, പീച്ച്, ബ്രിക്ക് റെഡ്, ടെറാക്കോട്ട